പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. പ്രിയമുള്ളവരെ, ഇന്ന് നാം ധ്യാന വിഷയമാക്കുന്നത് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 5-ാം അധ്യായം. 5-ാം അധ്യായത്തിൽ പ്രധാനമായും 3 കാര്യങ്ങളാണ് യോഹന്നാൻ ശ്ലീഹ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒന്നാമത് ബത്സൈദ കുളക്കരയിലെ രോഗശാന്തി. രണ്ടാമത്തേത് യേശുവിൻ്റെ അധികാരം വെളിപ്പെടുത്തുന്ന ആധികാരികമായ വാക്കുകൾ, യേശുവിൻ്റെ വാക്കുകൾ. പ്രത്യേകിച്ച് യഹൂദരുമായുള്ള ഒരു സംവാദം തന്നെ ഇവിടെ നടക്കുന്നതായിട്ട് കാണുന്നു. മൂന്നാമതായിട്ട് യേശുവിൻ്റെ ആധികാരികതയ്ക്ക് ഈ അധ്യായത്തിൽ നൽകിയിട്ടുള്ള 7 സാക്ഷ്യങ്ങൾ. 5-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ബത്സൈദ കുളക്കരയിലെ രോഗശാന്തി. യേശു ഈ കുളക്കരയിൽ കിടന്ന തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്ന സംഭവം. ഈ കുളത്തിന് 5 മണ്ഡപങ്ങളുണ്ട്. ഈ കുളക്കടവിൽ മുടന്തരും കുരുടരും നാനാവിധ രോഗികളുമായ വ്യക്തികളെ കൊണ്ട് കിടത്തിയേക്കും. ഈ കുളത്തിൽ ഇടയ്ക്കിടെ ഉള്ളിൽ നിന്ന് ഉറവ പൊട്ടിപ്പുറപ്പെടുമെന്നാണ് പറയുന്നത്. അപ്പോഴേക്കും ഈ കുളത്തിലെ വെള്ളം ഇളകും. ആ ഇളകുന്ന സമയത്ത് കുളത്തിൽ ഇറങ്ങുന്നവർക്ക് രോഗസൗഖ്യം കിട്ടുമെന്നാണ് വിശ്വാസം. അപ്പോൾ ഈ കുളത്തിനുള്ളിൽ നിന്ന് പൊട്ടിയൊഴുകുന്ന ഉറവയ്ക്ക് രോഗശമനം നൽകാനുള്ള അത്ഭുത ശക്തിയുള്ള ഉറവയായിട്ടാണ് കരുതിയിരുന്നത്. ഇവിടെ പ്രതിപാദിക്കുന്ന തളർവാദ രോഗി 38 വർഷം ഈ കുളക്കടവിൽ കിടന്നു, ഈ കുളക്കരയിൽ. സുവിശേഷം പറയുന്നു, 5-ാം വാക്യം, 38 വർഷമായി രോഗിയായിരുന്ന ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു. അവൻ യേശുവിനെ വിളിച്ചില്ല, മറ്റാരും അവന് വേണ്ടി യേശുവിനോട് സംസാരിച്ചില്ല. മറിച്ച് യേശു അവനെ കണ്ടു. അവൻ വളരെ നാളായി കിടപ്പിലാണെന്ന് അറിഞ്ഞ് യേശു ചോദിച്ചു, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? യേശു അവനെ കണ്ടു. അവനേറെ നാളായി രോഗക്കിടക്കയിലാണെന്ന് അവനെ അറിഞ്ഞു. യേശു അവൻ്റെ പക്കലേക്ക് ചെന്നു, അവനോട് സംസാരിച്ചു. അവനോട് ചോദിച്ചു, നിനക്ക് സൗഖ്യം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ? അപ്പോൾ ആ രോഗി പറയുകയാണ്, കർത്താവേ, വെള്ളമിളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല. അവൻ്റെ നിസ്സഹായ അവസ്ഥ അവൻ കർത്താവിനോട് എടുത്ത് പറയുകയാണ്. ഞാൻ എത്തുമ്പോഴേക്ക്, തളർവാദ രോഗി ഇഴഞ്ഞ് അവിടെ എത്തുമ്പോഴേക്ക് മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും. അപ്പോൾ പിന്നെ അവന് സൗഖ്യം കിട്ടില്ല. യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് കിടക്കയും എടുത്ത് നടക്കുക. അവൻ തൽക്ഷണം സുഖം പ്രാപിച്ച് കിടക്കയും എടുത്ത് നടന്നു. ഈ തളർവാദ രോഗി 38 വർഷം അവിടെ കിടക്കുകയാണ്. എന്തൊരു പ്രത്യാശയോടുകൂടെയുള്ള കാത്തിരിപ്പ്! ഈ തളർവാദ രോഗിയുടെ വിശ്വാസമെന്ന് പറയുന്നത് എന്നെങ്കിലും കുളത്തിലിറങ്ങി തനിക്ക് സൗഖ്യം പ്രാപിക്കാമെന്ന പ്രത്യാശയോടെ അവൻ കുളക്കരയിൽ കാത്തുകിടക്കുകയാണ്. പ്രിയമുള്ളവരെ, യേശു നമ്മെ കാണുന്ന ദൈവം, നമ്മെ അറിയുന്ന ദൈവം, നമ്മുടെ എല്ലാ അവസ്ഥകളും അറിയുന്ന ദൈവം, നമ്മുടെ പക്കലേക്ക് ഇറങ്ങി വരുന്ന ദൈവം, നമ്മുടെ അടുത്ത് വരുന്ന സമീപിക്കുന്ന ദൈവം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ വിശ്വാസത്തോടെ കാത്തിരിക്കുന്നവരാണെങ്കിൽ, ആവലാതിയും പെറുപെറുപ്പും നിരാശയും ആണെങ്കിൽ തമ്പുരാന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റില്ല. പക്ഷേ വിശ്വാസപൂർവം പ്രത്യാശയോടെ കാത്തിരിക്കുന്നവരുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടും, ഒരു സംശയവുമില്ല. അതാണ് ഈ സംഭവത്തിൽ നാം കാണുന്നത്. സുഖം പ്രാപിച്ച ഈ മനുഷ്യൻ കിടക്കയും എടുത്ത് നടക്കുന്നത് കണ്ടപ്പോൾ യഹൂദർക്ക് പ്രശ്നമായി. യേശു ഇവനോട് കിടക്കയും എടുത്ത് നടക്കാൻ പറഞ്ഞ ദിവസം സാബത്തായിരുന്നു. യഹൂദര് ആ മനുഷ്യനോട് പറഞ്ഞു, ഇന്ന് സാബത്താകയാൽ കിടക്ക ചുമക്കുന്നത് നിഷിദ്ധമാണ്. ഉടനെ ആ തളർവാദ രോഗി, കിടക്കയും എടുത്ത് നടന്ന രോഗിയുടെ മറുപടി ശ്രദ്ധിച്ചേ. എന്നെ സുഖപ്പെടുത്തിയവൻ നിന്റെ കിടക്കയും എടുത്ത് നടക്കുക എന്ന് പറഞ്ഞു. അവൻ കിടക്കയും എടുത്ത് നടന്നു. അപ്പോൾ ഈ തളർവാദ രോഗിയെ സംബന്ധിച്ചിടത്തോളം സാബത്ത് നിയമത്തെക്കാൾ
സാബത്തിൻ്റെയും കർത്താവായ യേശുവിൻ്റെ വാക്കുകൾക്കാണ് അവൻ പ്രാധാന്യം കൽപ്പിച്ചത്. യേശു ആണെന്നൊന്നും അവൻ അറിഞ്ഞില്ലെങ്കിലും ഈ യഹൂദ നിയമപ്രകാരമുള്ള സാബത്തിനേക്കാൾ യേശുവിൻ്റെ വാക്കുകൾക്ക്, തന്നെ സുഖപ്പെടുത്തിയവൻ്റെ വാക്കുകൾ സാബത്ത് നിയമത്തെക്കാൾ അവൻ വിലമതിച്ചു. ഉടനെ യഹൂദർ അവനോട് ചോദിച്ചു, കിടക്കയെടുത്ത് നടക്കുക എന്ന് നിന്നോട് പറഞ്ഞവൻ ആരാണ്? അവിടെ ഉണ്ടായിരുന്ന ജനക്കൂട്ടത്തിൽ യേശു മറഞ്ഞു കഴിഞ്ഞിരുന്നതിനാൽ അവൻ ആരാണെന്ന് സുഖം പ്രാപിച്ചവൻ അറിഞ്ഞിരുന്നില്ല. പ്രിയമുള്ളവരെ, ഈ തളർവാദ രോഗിക്ക് ആദ്യഘട്ടത്തിൽ ലഭിച്ചത് ഒരു ശാരീരിക സൗഖ്യം മാത്രമാണ്. യേശുവിനെ അറിയുവാൻ തക്ക വിധമുള്ള ആത്മീയ സൗഖ്യം അവൻ പ്രാപിച്ചില്ല. അതുകൊണ്ട് യേശുവിനെ തിരിച്ചറിയാൻ അവന് കഴിഞ്ഞില്ല. 14-ാം വാക്യം, പിന്നീട് യേശു ദേവാലയത്തിൽ വെച്ച് അവനെ കണ്ടപ്പോൾ പറഞ്ഞു, ഇതാ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. അപ്പോൾ നേരത്തെ ഈ രോഗിക്ക് ലഭിച്ച സൗഖ്യം ശാരീരിക സൗഖ്യം മാത്രമായിരുന്നു, സമ്പൂർണ്ണ സൗഖ്യമല്ല, അഥവാ സമഗ്രമായ ഒരു സൗഖ്യമല്ല. ഇപ്പോൾ യേശു പറഞ്ഞു, ഇതാ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത്. അപ്പോൾ യേശു ഈ മനുഷ്യനെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുകയായിരുന്നു, അഥവാ യേശു അവൻ്റെ പാപം ക്ഷമിച്ചു, മേലിൽ പാപം ചെയ്യരുത് എന്ന് കൽപ്പിക്കുകയും ചെയ്തു. 15-ാം വാക്യം, അവൻ പോയി യേശുവാണ് തന്നെ സുഖപ്പെടുത്തിയതെന്ന് യഹൂദരെ അറിയിച്ചു. സാബത്തിൽ ഇപ്രകാരം പ്രവർത്തിച്ചതിനാൽ യഹൂദർ യേശുവിനെ ദ്വേഷിച്ചു. യേശു അവരോട് പറഞ്ഞു, എൻ്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തന നിരതനാണ്, ഞാനും പ്രവർത്തിക്കുന്നു. ഇതുമൂലം അവർ അവനെ വധിക്കാൻ പരിശ്രമിച്ചു. ആര്? യഹൂദർ. അപ്പോൾ യേശു പറഞ്ഞു, എൻ്റെ പിതാവ് പ്രവർത്തന നിരതനാണ്, അവൻ ഇപ്പോഴും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. എൻ്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തിക്കുന്നു എന്ന യേശുവിൻ്റെ വാക്കുകൾ എന്താണ് വ്യക്തമാക്കുന്നത്? യഹൂദരുടെ ദർശനപ്രകാരം, ചിന്താഗതി പ്രകാരം, അല്ലെങ്കിൽ നിയമപ്രകാരം ഉൽപ്പത്തി 2:2 6 ദിവസം കൊണ്ട് ദൈവം ആകാശവും ഭൂമിയും അതിൽ ഉള്ളതെല്ലാം സൃഷ്ടിച്ച് മനുഷ്യനെയും സൃഷ്ടിച്ച ശേഷം 7-ാം ദിവസം ദൈവം വിശ്രമിച്ചു എന്ന് പറയുന്നു. ഇതാണ് യഹൂദർ സാബത്തായി ആചരിക്കുന്നത്. അപ്പോൾ ദൈവം വിശ്രമിച്ചതുകൊണ്ട് ആരും തന്നെ, ദൈവജനത്തിൽ ആരും തന്നെ ആ ദിവസം യാതൊരു ജോലിയും ചെയ്യാൻ പാടില്ല, ഒന്നും പ്രവർത്തിക്കാൻ പാടില്ല, വിശ്രമിക്കണം. ദൈവം വിശ്രമിച്ചു എന്ന് പറയുന്ന വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥമറിയാതെ അവർ വെറും ബാഹ്യമായ അർത്ഥത്തിൽ അതെടുത്തു അനുഷ്ഠിച്ചു പോന്നു. യേശു പറയുകയാണ്, എൻ്റെ പിതാവ് വിശ്രമിക്കുകയല്ല, എൻ്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തന നിരതനാണ്, ഇപ്പോഴും എപ്പോഴും പ്രവർത്തന നിരതനാണ്. അങ്ങനെയെങ്കിൽ ഉൽപ്പത്തി 2:2 പറഞ്ഞതോ അത് സൃഷ്ടികർമ്മത്തിൽ നിന്നുള്ള വിരമിക്കലാണ്. അത് കഴിഞ്ഞ് മനുഷ്യനെ ദൈവം ഏൽപ്പിച്ചു ആ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരാൻ. എന്നിട്ട് ദൈവം മനുഷ്യനിലൂടെ അത് നിറവേറ്റിക്കൊണ്ടിരുന്നു. സൃഷ്ടികർമ്മത്തിൽ നിന്ന് വിരമിച്ച ദൈവം തൻ്റെ പരിപാലന കർമ്മത്തിൽ ഇടപെടാതെ വിശ്രമിക്കുന്ന ഒരവസ്ഥയെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയേ. ദൈവം ഈ പ്രപഞ്ചത്തിൻ്റെ പരിപാലന കർമ്മത്തിൽ ഇടപെടാതിരിക്കുന്ന ഒരവസ്ഥയിൽ പ്രപഞ്ചത്തിന് നിലനിൽപ്പുണ്ടോ? ഇത് യഹൂദർ ചിന്തിച്ചില്ല. എൻ്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തന നിരതനാണ്. പിതാവ് ഇപ്പോഴും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം എന്തിലൊക്കെയാണ്? പരിപാലന ധർമ്മവും രക്ഷാകർമ്മവും. പ്രപഞ്ച സൃഷ്ടിയിൽ ആരംഭിച്ച രക്ഷാകർമ്മം ദൈവം തുടരുകയാണ്. അവൻ ഇപ്പോഴും പ്രവർത്തന നിരതനാണ്. അതാണ് യേശു പറഞ്ഞത്, എൻ്റെ പിതാവ് പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. ഇത് കേട്ടപ്പോൾ യഹൂദർ അവനെ കൂടുതൽ ദ്വേഷിച്ചു, അവനെ വധിക്കാൻ ആലോചിച്ചു. 2 കാരണങ്ങൾ. 1, അവൻ സാബത്ത് ലംഘിക്കുന്നു. 2, 18-ാം വാക്യം, അവൻ സാബത്ത് ലംഘിക്കുക മാത്രമല്ല തന്നെ ദൈവതുല്യനാക്കിക്കൊണ്ട് ദൈവത്തെ തൻ്റെ പിതാവെന്ന് വിളിക്കുകയും ചെയ്തു. ഇതാണ് യേശുവിൻ്റെ തെറ്റ്. 19 മുതലുള്ള വാക്യങ്ങളിൽ യേശു തൻ്റെ ആധികാരികത
എടുത്തു കാട്ടുന്ന വാക്കുകൾ. ഏറ്റവും അധികം യേശു പുത്രൻ്റെ അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു തിരുവചന ഭാഗമാണ് 5:19 മുതൽ 5:30 വരെയുള്ള വാക്യങ്ങൾ. 19 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ പിതാവിൽ നിന്ന് ലഭിച്ച പുത്രൻ്റെ അധികാരത്തെക്കുറിച്ച് 10 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പിതാവിനെ 7 പ്രാവശ്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏതാനും ചില വാക്യങ്ങൾ മാത്രം ഞാനിവിടെ എടുത്തു പറയുന്നു. നിങ്ങൾ ശ്രദ്ധാപൂർവം 5:19 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ വായിക്കണം. വായിച്ച് ഈ സന്ദർഭങ്ങൾ ഓരോന്നായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. യേശു പറഞ്ഞു 19 മുതൽ, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ആധികാരികതയോടെ ഉറപ്പിച്ചു പറയുന്ന വാക്കുകളാണല്ലോ യേശു സത്യം സത്യമായി എന്നെടുത്തു പറയുന്നത്. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വന്തം ഇഷ്ടമനുസരിച്ച് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വന്തം ഇഷ്ടമനുസരിച്ച് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. പിതാവ് ചെയ്യുന്നതെല്ലാം അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു. പിതാവ് മരിച്ചവരെ എഴുന്നേൽപ്പിച്ച് അവർക്ക് ജീവൻ നൽകുന്നത് പോലെ പുത്രനും താൻ ഇച്ഛിക്കുന്നവർക്ക് ജീവൻ നൽകുന്നു. പിതാവ് ആരെയും വിധിക്കുന്നില്ല, വിധിയെല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. 23-ാം വാക്യം, പിതാവിനെ ആദരിക്കുന്നത് പോലെ തന്നെ എല്ലാവരും പുത്രനെ ആദരിക്കേണ്ടതിനാണ് ഇത്. പുത്രനെ ആദരിക്കാത്തവരാരും അവനെ അയച്ച പിതാവിനെയും ആദരിക്കുന്നില്ല. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവന് ശിക്ഷാവിധി ഉണ്ടാകുന്നില്ല. പുത്രനിൽ വിശ്വസിക്കുന്നവർക്ക് ശിക്ഷാവിധി ഉണ്ടാകുന്നില്ല. പ്രത്യുത അവർ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. വീണ്ടും പറയുകയാണ്, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു, അല്ല വന്നു കഴിഞ്ഞു. ആ സ്വരം ശ്രവിക്കുന്നവർ ജീവിക്കും. 28-ാം വാക്യത്തിൽ യേശു പറയുകയാണ്, നിങ്ങൾ വിസ്മയിക്കേണ്ട, എന്തെന്നാൽ കല്ലറകളിലുള്ളവരെല്ലാം അവൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവൻ്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തു വരും. അവസാനം 30-ാം വാക്യത്തിൽ യേശു പറയുന്നു, സ്വമേധയാ ഒന്നും ചെയ്യാൻ എനിക്ക് സാധിക്കുകയില്ല. ഞാൻ ശ്രവിക്കുന്നത് പോലെ ഞാൻ വിധിക്കുന്നു. എൻ്റെ വിധി നീതിപൂർവകവുമാണ്. കാരണം എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടമാണ് ഞാൻ പ്രവർത്തിക്കുന്നത്, ഞാൻ അന്വേഷിക്കുന്നത്. 5-ാം അധ്യായം 19 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോൾ പുത്രനെയും പിതാവിനെയും, പുത്രനും പിതാവും തമ്മിലുള്ള ബന്ധത്തെയും പിതാവ് പുത്രന് നൽകിയ അധികാരത്തെയും എടുത്തു പറഞ്ഞുകൊണ്ട് വ്യക്തമായി യേശു തൻ്റെ ആധികാരികത എടുത്തു പറയുന്നു. എന്തിനൊക്കെയാണ് അധികാരം? ഒന്ന്, പിതാവ് ചെയ്ത് കാണുന്ന പ്രവൃത്തികളല്ലാതെ മറ്റൊന്നും പുത്രൻ ചെയ്യുന്നില്ല. പിതാവ് ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം പിതാവ് പുത്രനെ കാണിക്കുന്നു, പുത്രനും അതുപോലെ തന്നെ ചെയ്യുന്നു. രണ്ടാമത്, പിതാവ് മരിച്ചവരെ ഉയർപ്പിക്കുന്ന പോലെ പുത്രനും മരിച്ചവരെ ഉയർപ്പിക്കാനും ജീവൻ നൽകാനും അധികാരം നൽകിയിട്ടുണ്ട്. മൂന്നാമതായി, വിധിക്കാനുള്ള അധികാരം പൂർണ്ണമായി പിതാവ് പുത്രനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇവിടെ വിധിക്കുക എന്നതിന് ഉപയോഗിച്ചേക്കുന്ന ഗ്രീക്ക് പദം ക്രിസിസ്. ക്രിസിസ് എന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം ടു സെപ്പറേറ്റ്, വേർതിരിക്കുക എന്നാണ്. അതായത് വിശ്വസിക്കുന്നവരെയും വിശ്വസിക്കാത്തവരെയും വേർതിരിക്കുക. വിശ്വസിക്കുന്നവർ ജീവനിലേക്കും വിശ്വസിക്കാത്തവർ മരണത്തിലേക്കും. വിശ്വസിക്കുന്നവർ അന്തിമ വിധിയെക്കുറിച്ച് ഭയപ്പെടണ്ട. കാരണം അവർ ഇവിടെ വച്ച് തന്നെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക്. അപ്പോൾ അതാണ് നാലാമത്തെ കാര്യം.
നിത്യജീവൻ പ്രാപിക്കുന്ന മാത്രമല്ല, മരണത്തിൽ നിന്ന് ഇവിടെ വെച്ച് തന്നെ അവർ ജീവനിലേക്ക് പ്രവേശിച്ചു. അതുകൊണ്ട് അവർക്ക് എന്തിനെ ഭയപ്പെടേണ്ടതില്ല? ശിക്ഷാവിധിയെ ഭയപ്പെടേണ്ടതില്ല, അന്തിമവിധിയെ ഭയപ്പെടേണ്ടതില്ല. ഇതാണ് യേശു ഇവിടെ എടുത്തു പറയുന്നത്. അവസാനം യേശു പ്രത്യേകിച്ച് 30-ാം വാക്യത്തിൽ ഊന്നി പറയുന്നു, യേശു വിധിക്കുന്ന വിധി നീതിപൂർവമാണ്. കാരണം പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ചാണ് അവിടുന്ന് വിധിക്കുന്നത്, തൻ്റെ ഇഷ്ടമനുസരിച്ചല്ല. അവിടെ യേശു പ്രത്യേകം ആവർത്തിച്ചു പറയുന്നു, എന്നെ അയച്ചവൻ്റെ ഇഷ്ടമാണ് ഞാൻ അന്വേഷിക്കുന്നത്. നമ്മൾ യോഹന്നാൻ 4:34 കണ്ടു, എന്നെ അയച്ച പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയും അവൻ്റെ വേല പൂർത്തിയാക്കുകയുമാണ് എൻ്റെ ഭക്ഷണം. ഇവിടെ 5:30 എന്നെ അയച്ചവൻ്റെ ഇഷ്ടമാണ് ഞാൻ അന്വേഷിക്കുന്നത്. ഇതേപോലെ 6:38 വീണ്ടും ആവർത്തിക്കുന്നു, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുവഴി യേശു തമ്പുരാൻ നമ്മെയും ആഹ്വാനം ചെയ്യുകയാണ് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്ന മക്കളായിത്തീരുവാൻ. അപ്പോൾ യേശുവിൽ വിശ്വസിക്കുക, യേശുവിലൂടെയുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തികൾ കാണുക, അതനുസരിച്ച് നമ്മളും പ്രവർത്തിക്കണം. യേശുവിൽ വിശ്വസിക്കുന്നവർ ജീവനിലേക്ക് പ്രവേശിക്കുന്നു ഇവിടെ വെച്ച് തന്നെ. യേശുവിന് പിതാവിനെ പോലെ ജീവൻ നൽകാനുള്ള അധികാരമുണ്ട്, അതുപോലെ വിധിക്കാനുള്ള അധികാരവും. പക്ഷേ ആ വിധി എന്ന് പറയുന്ന ഒരു വേർതിരിക്കലാണ്, വിശ്വസിക്കുന്നവരെയും വിശ്വസിക്കാത്തവരെയും തമ്മിലുള്ള വേർതിരിക്കൽ. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ പ്രവൃത്തികളാണ് നമ്മളെ വിധിക്കുന്നത്. വിശ്വസിക്കുന്നവർ ജീവനിലേക്ക് പ്രവേശിക്കും, വിശ്വസിക്കാത്തവർ ശിക്ഷാവിധി. ഇനി ഈ വിശ്വസിച്ച് ജീവനിലേക്ക് പ്രവേശിക്കുന്നവർക്ക് അന്തിമവിധിയെ ഭയപ്പെടേണ്ടതില്ല, അവർ ഇപ്പോൾ തന്നെ ജീവനിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. യേശു ഇത് പറയുമ്പോൾ ഞാൻ സ്വമേധയാ പറയുന്നതല്ല, എന്നെ അയച്ച എൻ്റെ പിതാവിൻ്റെ വാക്കുകളാണ്, പിതാവിൻ്റെ ഇഷ്ടമാണെന്ന്. പ്രിയമുള്ളവരെ, 5-ാം അധ്യായം 1 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. 5-ാം അധ്യായം 31 മുതൽ 47 വരെയുള്ള വാക്യങ്ങൾ. ഈ തിരുവചന ഭാഗത്ത് യേശുവിനെ കുറിച്ച് തന്നെ സാക്ഷ്യം നൽകുകയാണ്. ഇവിടെ യേശുവിനെ കുറിച്ചുള്ള 7 സാക്ഷ്യങ്ങൾ യേശു എടുത്തു പറഞ്ഞുകൊണ്ട് തൻ്റെ ആധികാരികതയെ വെളിപ്പെടുത്തുകയാണ്. അപ്പം നമ്മൾ 5:19 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ യേശുവിൻ്റെ ആധികാരികതയെക്കുറിച്ച് കേട്ടു. 31 മുതലുള്ള വാക്യങ്ങളിൽ ഈ ആധികാരികത സ്ഥാപിക്കാനായിട്ട്, യേശുവിന് പിതാവിൽ നിന്ന് ലഭിച്ച അധികാരത്തെയും തൻ്റെ ആധികാരികതയെയും സ്ഥാപിക്കുവാനായിട്ട് യേശു 7 സാക്ഷ്യങ്ങളെക്കുറിച്ച് പറയുന്നു. ഒന്നാമതായിട്ട് യേശുവിൻ്റെ തന്നെ വാക്കുകൾ യേശുവിന് സാക്ഷ്യം നൽകുന്നു. രണ്ടാമത് 32-ാം വാക്യത്തിൽ യേശു പറയുന്നു, എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്ന വേറൊരാളുണ്ട്. അപ്പോൾ യേശുവിൻ്റെ തന്നെ വാക്കുകളുണ്ട്, യേശുവിന് സാക്ഷ്യം നൽകുന്ന, യേശുവിനെ കുറിച്ച് സാക്ഷ്യം നൽകുന്ന വേറൊരാളുണ്ട്. ആരാണ് ഈ വേറൊരാൾ? നമുക്ക് പെട്ടെന്ന് തോന്നാം സ്നാപകയോഹന്നാനോ പിതാവോ ആയിരിക്കാമെന്ന്. അല്ല, സ്നാപകയോഹന്നാനെയും പിതാവിനെയും കുറിച്ച് താഴെ പറയുന്നുണ്ട്. പിന്നെ ഇത് പരിശുദ്ധാത്മാവാകാനേ സാധ്യതയുള്ളൂ. പക്ഷേ അവിടെ കൃത്യമായ വെളിപ്പെടുത്തലൊന്നും പറഞ്ഞിട്ടില്ല, വേറൊരാളുണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇനി 3-ാമത്തെ സാക്ഷ്യം 33-ാം വാക്യം യോഹന്നാൻ്റെ സാക്ഷ്യത്തെക്കുറിച്ചാണ്. നിങ്ങൾ യോഹന്നാൻ്റെ അടുത്തേക്ക് ആളയച്ചു. എന്തിനാ? യോഹന്നാൻ ആരാണ്? യേശുവിനെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നതിന്. ഇതെല്ലാം യോഹന്നാൻ നൽകുന്ന സാക്ഷ്യം. തുടർന്ന് 34-ാം വാക്യത്തിൽ യേശു പറയുകയാണ്, ഞാൻ മനുഷ്യരുടെ സാക്ഷ്യം സ്വീകരിക്കുന്നു എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, കാരണം യോഹന്നാനേക്കാൾ വലിയ സാക്ഷ്യം എനിക്കുണ്ട്. 36-ാം വാക്യം, ഞാൻ പൂർത്തിയാക്കാനായി പിതാവ് എന്നെ ഏൽപ്പിച്ച ജോലികൾ, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികൾ തന്നെ പിതാവാണ് എന്നെ അയച്ചതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പോൾ യേശുവിൻ്റെ വാക്കുകൾ, പരിശുദ്ധാത്മാവിൻ്റെ സാക്ഷ്യം, സ്നാപക യോഹന്നാൻ്റെ സാക്ഷ്യം, യേശുവിൻ്റെ തന്നെ പ്രവൃത്തികൾ
പിതാവ് ചെയ്യുന്ന പ്രവൃത്തികൾ കണ്ട് അതനുസരിച്ച് പ്രവർത്തിച്ച യേശുവിൻ്റെ പ്രവൃത്തികൾ തന്നെ യേശു പിതാവിൽ നിന്ന് വന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. അഞ്ചാമതായിട്ട് 37-ാം വാക്യം, എന്നെ അയച്ച പിതാവ് തന്നെ എന്നെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അവിടുത്തെ സ്വരം നിങ്ങൾ ഒരിക്കലും കേട്ടിട്ടില്ല, രൂപം കണ്ടിട്ടുമില്ല. അവിടുന്ന് അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കാത്തത് കൊണ്ട് അവിടുത്തെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല. നിങ്ങൾക്ക് പിതാവിനെ അറിയാൻ പറ്റാത്തതും അവനെ കാണാൻ പറ്റാത്തതും കേൾക്കാൻ പറ്റാത്തതും എന്തുകൊണ്ടാ? പിതാവ് അയച്ച പുത്രനിൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ല. അവിടുന്ന് അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കാത്തത് കൊണ്ട് അവിടുത്തെ വചനം നിങ്ങളിൽ നിലനിൽക്കുന്നില്ല. 38-ാം വാക്യം, അതുകൊണ്ടാണ് പിതാവിനെ അറിയാൻ നിങ്ങൾക്ക് സാധിക്കാത്തത്. 6-ാമത്തെ സാക്ഷ്യം യേശുവിന് 39-ാം വാക്യം, വിശുദ്ധ ലിഖിതങ്ങൾ നിങ്ങൾ പഠിപ്പിക്കുന്നു, എന്തെന്നാൽ അവയിൽ നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. അവ തന്നെയാണ് എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നത്. അപ്പോൾ വിശുദ്ധ ലിഖിതങ്ങൾ ഈ ഫരിസേയർ, നിയമജ്ഞർ, യഹൂദർ, പ്രമാണികൾ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ജീവനുണ്ടെന്ന് അവർ പറയുകയും ചെയ്യുന്നു. പക്ഷേ വിശുദ്ധ ലിഖിതങ്ങൾ തന്നെയാണ് യേശുവിനെ കുറിച്ച് സാക്ഷ്യം നൽകുന്നത്. 40-ാം വാക്യത്തിൽ യേശു പറയുന്നു, എന്നിട്ടും, അതായത് വിശുദ്ധ ലിഖിതങ്ങൾ എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നു, എന്നിട്ടും നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് എൻ്റെ അടുത്തേക്ക് വരാൻ നിങ്ങൾ വിസമ്മതിക്കുന്നു. വിശുദ്ധ ലിഖിതങ്ങൾ ജീവനിലേക്കുള്ള മാർഗമാണെന്ന് നിങ്ങൾക്കറിയാം. അത് നിങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു, എന്നിട്ടും നിങ്ങൾ എൻ്റെ അടുത്ത് വരുന്നില്ല. 41 മുതലുള്ള വാക്യങ്ങൾ, മനുഷ്യരിൽ നിന്ന് ഞാൻ മഹത്വം സ്വീകരിക്കുന്നില്ല. എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങളിൽ ദൈവസ്നേഹമില്ല. അപ്പോൾ അവർക്ക് യേശുവിൽ വിശ്വസിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാ? ദൈവസ്നേഹമില്ല. നിങ്ങളിൽ ദൈവസ്നേഹമില്ല. അതുകൊണ്ടാണ് നിങ്ങൾ പിതാവ് അയച്ച പുത്രനെ സ്വീകരിക്കാത്തത്. 43-ാം വാക്യം, ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നിരിക്കുന്നു, എന്നിട്ടും നിങ്ങൾ എന്നെ സ്വീകരിക്കുന്നില്ല. എന്നാൽ മറ്റൊരാൾ സ്വന്തം നാമത്തിൽ വന്നാൽ നിങ്ങൾ അവനെ സ്വീകരിക്കും. പരസ്പരം മഹത്വം സ്വീകരിക്കുകയും ഏക ദൈവത്തിൽ നിന്ന് വരുന്ന മഹത്വം അന്വേഷിക്കാതിരിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്കെങ്ങനെ വിശ്വസിക്കാൻ കഴിയും? അപ്പോൾ 2 കാര്യങ്ങൾ വിശ്വസിക്കാൻ പറ്റാത്തതിന്: 1, ദൈവസ്നേഹമില്ല; 2, ദൈവത്തിൻ്റെ മഹത്വം അവർ തേടുന്നില്ല. സ്വയം മഹത്വം അന്വേഷിക്കുന്നു, ദൈവമഹത്വം അവർ തേടുന്നില്ല. പിതാവിൻ്റെ സന്നിധിയിൽ ഞാനായിരിക്കും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നതെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. നിങ്ങൾ പ്രത്യാശയർപ്പിച്ചിരിക്കുന്ന മോശ തന്നെയായിരിക്കും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നത്. 45-ാം വാക്യം, നിങ്ങൾ മോശയെ വിശ്വസിച്ചിരുന്നെങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു, കാരണം എന്നെക്കുറിച്ച് അവൻ എഴുതിയിരിക്കുന്നു. അപ്പം 7-ാമത്തെ സാക്ഷ്യം ഏതാണ്? മോശയുടെ സാക്ഷ്യം. അപ്പം യേശുവിൻ്റെ ആധികാരികമായ വാക്കുകൾ 19 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കണ്ടു. തുടർന്ന് യേശു തൻ്റെ ആധികാരികതയെ എടുത്തു കാട്ടാൻ തനിക്ക് നൽകിയിട്ടുള്ള 7 സാക്ഷ്യങ്ങളെ ആധികാരികമായ സാക്ഷ്യങ്ങൾ, യേശുവിൻ്റെ തന്നെ വാക്കുകൾ, യേശുവിൻ്റെ പ്രവൃത്തികൾ. എനിക്ക് സാക്ഷ്യം നൽകുന്ന മറ്റൊരാളുണ്ട്. അതാരാ? പരിശുദ്ധാത്മാവ്. സ്നാപക യോഹന്നാൻ്റെ സാക്ഷ്യം, പിതാവിൻ്റെ സാക്ഷ്യം, വിശുദ്ധ ലിഖിതങ്ങളുടെ സാക്ഷ്യം, മോശയുടെ സാക്ഷ്യം. ഇങ്ങനെ 7 സാക്ഷ്യങ്ങൾ യേശുവിനുണ്ട്. ഈ സാക്ഷ്യങ്ങൾ 7 എടുത്തു പറഞ്ഞുകൊണ്ടാണ് യേശു തൻ്റെ ആധികാരികത എടുത്തു പറയുന്നത്. 5-ാം അധ്യായത്തിൽ പറഞ്ഞ 3 കാര്യങ്ങളും കൂടെ ഒന്ന് ഒരുമിച്ച് ധ്യാനിക്കാൻ നോക്കിയേ. ഒന്നാമത്, 38 വർഷം തളർവാദ രോഗം ബാധിച്ചിരുന്ന ആ തളർവാദ രോഗിയെ യേശു അവനെ കണ്ട് അടുത്ത് ചെന്ന് അറിഞ്ഞ് സുഖപ്പെടുത്തുന്ന ദൈവം. ഈ സംഭവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്ന വിശ്വാസവും പ്രത്യാശയും കാത്തിരിപ്പും. രണ്ടാമതായി, പുത്രൻ്റെ അധികാരത്തെക്കുറിച്ച് യേശുവിൻ്റെ ആധികാരികമായ വാക്കുകൾ 19 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ. മൂന്നാമതായിട്ട്, യേശുവിൻ്റെ ആധികാരികതയ്ക്ക് ഈ അധ്യായത്തിൽ നൽകിയിട്ടുള്ള 7 സാക്ഷ്യങ്ങൾ. ചുരുക്കത്തിൽ 5-ാം അധ്യായം മുഴുവനും യേശുവിൻ്റെ വ്യക്തിത്വത്തിലേക്ക് നമ്മെ ആകർഷിച്ചടുപ്പിക്കുകയാണ്.
ഈ സന്ദേശങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ച് നിരന്തരം ധ്യാനിച്ചുകൊണ്ട് കർത്താവിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നമുക്ക് ജീവൻ്റെ തുറമുഖത്തേക്ക് നടന്നെടുക്കാം. ജീവൻ്റെ അനുഭവത്തിൽ വളരാം. അനേകരെ ജീവൻ്റെ മാർഗം കാട്ടിക്കൊടുത്ത് നയിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. ആമേൻ.